ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 25 ഷോർട്ട് കീകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത്തരം ഷോർട്ട് കീകളൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മുടെ വർക്കുകളൊക്കെ വളരെ ഫാസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയും നമ്മുടെ വർക്കിംഗ് സ്റ്റൈലിന് തന്നെ മൊത്തത്തിൽ പ്രൊഫഷണൽ ടച്ച് വരുന്നതിന് വേണ്ടി ഇത്തരം ഷോർട്ട് കീകൾ നമുക്ക് സഹായിക്കുന്നതാണ്. ഈ 25 എണ്ണത്തിൽ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതും ഒക്കെ ഉണ്ടായിരിക്കും. ഒരു ലിസ്റ്റ് രൂപത്തിൽ പറയുന്നതിന് പകരം കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട് കീകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഞാനിവിടെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിനുവേണ്ടി കീബോർഡിൽ Ctrl+N എന്ന് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കീബോർഡിൽ Ctrl+N എന്ന് പ്രസ് ചെയ്തെടുക്കുന്നു. അതായത് നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കീ ആണ് Ctrl+N എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈസ് സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ പുതിയൊരു പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ Ctrl+O എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഫയൽ അതല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഇമേജ് ഒക്കെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി Ctrl+O എന്ന ഷോർട്ട് കീ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കീബോർഡിൽ Ctrl+O എന്ന് പ്രസ് കൊടുക്കുന്നു. ശേഷം നമുക്ക് ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജോ അതല്ലെങ്കിൽ ഫയലോ ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഇമേജ് ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ Ctrl+A എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമേജിനെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കീബോർഡിൽ Ctrl+A എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇതേപോലെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് Ctrl+A എന്ന ഷോർട്ട് കീ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് Ctrl+All എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ഇതേപോലെ ഏതെങ്കിലും ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് Ctrl+A എന്ന് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഇതേപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ Ctrl+A എന്നുള്ളത് മൊത്തമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഇമേജ് മുഴുവനായിട്ടും ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് നമുക്ക് കോപ്പി ആയിട്ട് ലഭിക്കുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് Ctrl+C എന്ന ഷോർട്ട് കീ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ഫയലിനെ മുഴുവനായിട്ടും കോപ്പി ചെയ്തിരിക്കുകയാണ്. ശേഷം നേരത്തെ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേജിലേക്ക് തന്നെ പോകുന്നു. ശേഷം കീബോർഡിൽ Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഇവിടെ പേസ്റ്റ് ആവുന്നതാണ്. അതായത് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് Ctrl+V എന്ന ഷോർട്ട് കീ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഇമേജ് നമ്മുടെ പേജിൽ അപ്ലൈ ആയിരിക്കുകയാണ്. ശേഷം നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇമേജിന് ചുറ്റും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലൈൻസുകൾ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഏതെങ്കിലും കോർണറിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടത് സെറ്റ് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ അവസാനം കാണുന്ന ഈ ഒരു എൻ്ററിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് അവിടെ സെറ്റായിട്ട് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെ അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ അവസാനം കാണുന്ന ഈ ഒരു എൻ്ററിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിനെ അവിടെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇമേജിനെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരേണ്ടായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ Ctrl+Z എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നത് ആ ഒരു രൂപത്തിലേക്ക് മാറുന്നതാണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ സ്റ്റേജിലേക്ക് തന്നെ മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് Ctrl+Z എന്ന ഷോർട്ട് കീ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പഴയ രൂപത്തിൽ തന്നെ ആക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫയൽ ഏകദേശം ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പേജിനെ സൂം ചെയ്ത് കാണണം എന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ Alt പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൗസിൻ്റെ ഈ ഒരു സ്ക്രോൾ മുന്നോട്ട് ഇതേപോലെ ചലിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമുക്ക് ഇതേപോലെ സൂം ചെയ്ത് കാണാവുന്നതാണ്. അതിന് പകരമായിട്ട് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ പിന്നോട്ടാണ് ഇതേപോലെ ചലിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. ഇത് സൂം ഇന്നും ഇത് സൂം ഔട്ടുമാണ്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ സൂം ഇന്നും സൂം ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Alt പ്രസ് ചെയ്തുകൊണ്ട് സ്ക്രോൾ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗവും കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെ എല്ലാ ഭാഗവും വ്യൂ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ സ്പേസ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നതാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മൗസിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇതേപോലെ ഏതെങ്കിലും ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും ഇതേപോലെ കാണാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗവും വ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കീബോർഡിൽ സ്പേസ് പ്രസ് ചെയ്ത് പിടിക്കുന്നത്. അപ്പോൾ അതാണ് മറ്റൊരു ഷോർട്ട് കീ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ സൂം ഔട്ട് തന്നെ ചെയ്യുന്നു. ശേഷം നമുക്ക് ഇതിലെന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ഷോർട്ട് കീ ആണ് T എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചിരിക്കുന്ന ഷോർട്ട് കീ Ctrl+T എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ കീബോർഡിൽ വെറുതെ T എന്ന് മാത്രം ടൈപ്പ് ചെയ്യാനാണ് പോകുന്നത്. ഞാനിപ്പോൾ കീബോർഡിൽ T എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മൗസിൻ്റെ ഈ ഒരു ഐക്കണിൽ എന്ത് മാറ്റമാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ T എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ശേഷം നമ്മുടെ പേജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ദ ഫ്ലവർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലൈനിലായിട്ട് THE എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഭാഗം രണ്ടാമത്തെ ലൈനിൽ ടൈപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന എൻ്ററിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ലൈനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്ലവർ എന്ന് ടൈപ്പ് ചെയ്യുന്നു.
ഇപ്പോൾ നമുക്ക് ഇതേപോലെ ലഭിച്ചിരിക്കുകയാണ്. ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ പഠിച്ചിരിക്കുന്ന Ctrl+A എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിവിടെ Ctrl+A എന്ന് ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇതേപോലെ മുഴുവനായിട്ടും സെലക്ട് ആവുന്നതാണ്. ശേഷം കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ഇതേപോലെ വലുതാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടെക്സ്റ്റ് ഏകദേശം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇത് വലുതാക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഐക്കണിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ചെറുതാക്കാനും സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ ചെറുതാക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ശേഷം നമുക്ക് ഈ രണ്ട് ലൈനിൻ്റെയും ഇടയിലുള്ള സ്പേസ് കൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു താഴോട്ടുള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനിടയിലുള്ള സ്പേസ് കൂടി വരുന്നതാണ്. ഞാനിവിടെ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ടുള്ള ആരോ മാർക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഓരോ പ്രസ് ചെയ്യുന്നതിനും അനുസരിച്ച് അതിൻ്റെ സ്പേസ് കൂടി വരികയാണ്. അതിന് പകരമായിട്ട് നമ്മൾ മുകളിലോട്ടുള്ള ആരോ മാർക്കാണ് പ്രസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയിലുള്ള സ്പേസ് നമുക്ക് കുറക്കാൻ സാധിക്കുന്നതാണ്. അതിന് പകരമായിട്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് വലത്തോട്ടുള്ള ഈ ആരോ മാർക്കിലാണ് പ്രസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലെറ്ററുകൾക്കിടയിലുള്ള സ്പേസ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഞാനിവിടെ ഈ ആരോ മാർക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ലെറ്ററുകൾക്കിടയിലുള്ള സ്പേസ് കൂടി വരുന്നതാണ്. അതേപോലെ തന്നെ ഓൾട്ടിക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇടത്തോട്ടുള്ള ബട്ടണിലാണ് പ്രസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അതിനിടയിലുള്ള സ്പേസ് കുറക്കാവുന്നതാണ്. ഞാനിപ്പോൾ ലെറ്റർ സ്പേസ് കുറച്ച് വരികയാണ്. ഏകദേശം നമ്മൾ ഈ ഒരു രൂപത്തിലെത്തിയിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ കാണുന്ന അവസാനത്തെ ഈ ഒരു എൻ്ററിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെലക്ഷൻ ഒഴിവാക്കിയിട്ട് ഈ ടെക്സ്റ്റിനെ അവിടെ തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ സെലക്ഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കീബോർഡിൽ നമ്മൾ അവസാനം കാണുന്ന ഈ എൻ്റർ ഉപയോഗിക്കുന്നത്. അവസാനത്തെ എൻ്റർ തന്നെ പ്രസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം രണ്ട് എൻ്ററിനും ഫോട്ടോഷോപ്പിൽ പ്രത്യേകം ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ കീബോർഡിൽ അവസാനം കാണുന്ന ഈ ഒരു എൻ്ററിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഏകദേശം ഈ ഒരു ഭാഗത്ത് സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റിനെ പിടിച്ചുകൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് മൂവ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. മൂവ് ടൂൾ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കീ V എന്നുള്ള ഷോർട്ട് കീ ആണ്. നമ്മൾ കീബോർഡിൽ വെറുതെ V എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മൂവ് ടൂൾ സെലക്ട് ആയി ലഭിക്കുന്നതാണ്. ശേഷം ഈ ഒരു ഫ്ലവർ എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതൊരു ഭാഗത്താണോ നമുക്ക് വേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് അത് കൊണ്ടുപോയി വെക്കുന്നു. ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കീബോർഡിൽ Ctrl+T എന്നൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ സൈസും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം കളർ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കീ ആണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഈ ഒരു മുകളിൽ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ യെല്ലോ തന്നെ സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ താഴെ കാണുന്ന ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഗ്രീൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ മുകളിൽ യെല്ലോയും താഴെ ഏകദേശം ഒരു ഡാർക്ക് ഗ്രീൻ കളറുമാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ശേഷം ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഏതൊക്കെ ലെയറാണോ ആ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു ലെയറിൻ്റെ ലിസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ മുകളിൽ ഏതൊരു കളറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ ഇവിടെ അപ്ലൈ ആവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ടെക്സ്റ്റിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ശേഷം ഇവിടെ ദ ഫ്ലവർ എന്ന ലെയറും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ലെയറുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും ദ ഫ്ലവർ എന്ന ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ ഏതൊരു കളറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ ഇവിടെ അപ്ലൈ ആവുന്നതാണ്. ഞാനിപ്പോൾ താഴെ ഏകദേശം ഡാർക്ക് ഗ്രീൻ ആണ് കളർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കളർ ഇവിടെ അപ്ലൈ ആയിരിക്കുന്നതാണ്. അതായത് ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഏതൊരു കളറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ അപ്ലൈ ആവുന്നതാണ്. അതിന് പകരമായിട്ട് കൺട്രോൾ ബാക്ക് സ്പേസ് എന്നാണ് പ്രസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ താഴെ ഏതാണോ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ നമുക്ക് നമ്മുടെ ലെയറുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കളർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കീയും പഠിച്ചിരിക്കുകയാണ്. ശേഷം നമുക്ക് ഇവിടെ ലെയർ ബോക്സ് നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യം ദ ഫ്ലവർ എന്ന ടെക്സ്റ്റ് ലെയറും അതിനുശേഷം ലെയർ 1 എന്ന് പറയുന്ന ഈ ഒരു ഇമേജിൻ്റെ ലെയറും അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു കളറിൻ്റെ ലെയറുമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പൊസിഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ലെയറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ലെയറിനെ താഴോട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഈ ഒരു ലെയറിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇപ്പോൾ നമുക്ക് ഫ്ലവർ എന്ന ലെയറിൻ്റെ പകുതി ഭാഗം കാണുന്നില്ല. കാരണം അത് ഇമേജ് ലെയറിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. എനിക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതിന് മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഒരു ലെയറിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. അതായത് കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലെയറിനെ താഴോട്ടും ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലെയറിനെ മുകളിലോട്ടും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഇമേജിൻ്റെ ലെയറും ഒരു ടെക്സ്റ്റ് ലെയറും ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഞാനിവിടെ ഈ ഒരു ഇമേജിൻ്റെ കോപ്പി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ താഴോട്ട് നിന്ന് ഡ്രാഗ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഇമേജിൻ്റെ അതല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഒക്കെ കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ ഒരു കോപ്പി എടുത്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ മുകളിലുള്ള ഇമേജിൻ്റെ ഒരു കോപ്പി കൂടെ താഴെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കോപ്പി എടുക്കാനുള്ള ഷോർട്ട് കീ ആണ് ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഷോർട്ട് കീയും പഠിച്ചിരിക്കുകയാണ്. ശേഷം നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ഇതേപോലെ ഇതിൻ്റെ തിക്നെസ് നമുക്ക് കുറച്ച് കൊണ്ടുവരണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഷോർട്ട് കീ ആണ് കീബോർഡിൽ ഏതെങ്കിലും ഒരു നമ്പർ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ കീബോർഡിൽ 80 എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. 80 എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പാസിറ്റി 80% കുറയുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പാസിറ്റി 80% കുറഞ്ഞിട്ടുണ്ട്. അതിന് പകരമായിട്ട് കീബോർഡിൽ 5 എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പാസിറ്റി 50% കുറയുന്നതാണ്. ഇതേപോലെ 0 മുതൽ 9 വരെയുള്ള ഓരോ സംഖ്യകളും പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒരു അനുപാതത്തിൽ അതിൻ്റെ തിക്നെസ് നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒപ്പാസിറ്റി കുറക്കുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കീ ആണ് ഇതേപോലെ ഏതെങ്കിലും ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫയലിനെ സേവ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ കൺട്രോൾ SC എന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ സേവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ PSD എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ PSD ഫയലാണ് സേവ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഇമേജ് ഫയൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് പഴയ വെർഷനിലൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് JPEG എന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജ് ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അതിന് പകരമായിട്ട് നിങ്ങൾ ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് പുതിയ വെർഷനാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+Alt+S എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ JPEG എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജ് ഫയലായിട്ട് ഇതിനെ സേവ് ചെയ്യാവുന്നതാണ്. ഈ 25 ഷോർട്ട് കീകളുടെയും ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അത് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ഇതുപോലുള്ള കിടിലൻ ടിപ്സുകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.